ഹലോ, എൻ്റെ പേര് അഷ്ന ജോണി. ഞാൻ റീസെൻ്റ് OET വിന്നറാണ്. ഞാൻ പഠിച്ചത് ടിജൂസ് അക്കാദമിയിലാണ്. ടിജൂസ് അക്കാദമിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ചേച്ചിമാരാണ്. അത് ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാനത് യൂട്യൂബിൽ സെർച്ച് ചെയ്തു. യൂട്യൂബിൽ സാറിൻ്റെ ഓരോ വീഡിയോസും എനിക്കിഷ്ടമായി. അപ്പോൾ അതനുസരിച്ച് ഞാൻ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ, ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് ടിജൂസ് അക്കാദമിയുടെ കോൺടാക്ട് നമ്പർ വാങ്ങിച്ച് കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ 60 അവറിൻ്റെ പാക്കേജ് ആയിരുന്നു എടുത്തത്. ആദ്യം അതിനകത്ത് പറഞ്ഞേക്കണ മാതിരി ആദ്യത്തെ സാറിൻ്റെ ഗ്രാമറിൻ്റെ ക്ലാസ് ആയിരുന്നു. ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച കൊച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഗ്രാമറിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ പിന്നെയാണ് ഗ്രാമർ എന്താണെന്നുള്ളത് മനസ്സിലായതും. ഗ്രാമർ ശരിക്കും ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു സാറിൻ്റെ ക്ലാസ്. അതുപോലെ തന്നെ OET ഗ്രാമർ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ റൈറ്റിങ്ങിനാണേലും ഈവൻ റീഡിങ്ങിനാണേലും ലിസണിങ്ങിനാണേലും ഒക്കെ OET ഗ്രാമറും അതുപോലെ തന്നെ സാറിൻ്റെ ഗ്രാമർ സെക്ഷൻ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീപ്തി മാമിൻ്റെ ക്ലാസ്, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ റെക്കോർഡ് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താണ് ഞാൻ OET എക്സാം എഴുതിയത്. ഞാൻ ഇതുവരെ ഒറ്റ ലൈവ് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡ്യൂട്ടി ഷെഡ്യൂൾ കാരണം. എല്ലാ റെക്കോർഡ് ക്ലാസ് മാത്രമാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. റൈറ്റിംഗ് ക്ലാസ് മാമിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര യൂസ്ഫുള്ളും ആയിരുന്നു. എങ്ങനെ ഒരു ലെറ്റർ എഴുതാം, എങ്ങനെയാണ് അതിൻ്റെ കണ്ടൻറ്റ് വരുന്നത്, എങ്ങനെയാണ് തിരിച്ച് എഴുതേണ്ടത്, അങ്ങനെയെല്ലാം മാം ഈച്ച് ആൻഡ് എവറിത്തിങ് ആ വീഡിയോസിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ ബാക്കിയത്തെ ലിസണിങ് ആണെങ്കിലും ഇഷ്ടംമാതിരി മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ സൈറ്റിൽ. ലിസണിങ്, റീഡിങ്, അതുപോലെ സ്പീക്കിങ് എല്ലാത്തിൻ്റെയും. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കൂടാതെ എനിക്ക് അസൈൻ ചെയ്ത് തന്നേക്കുന്ന ട്യൂട്ടറും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് അപ്രോച്ച് തരുമായിരുന്നു. ഇപ്പം നമ്മളൊന്ന് പറഞ്ഞത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ എഴുതിയത് തെറ്റിപ്പോയെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ടൈമിൽ ശരിയാക്കാം, അതിങ്ങനെയല്ല ഇങ്ങനെ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നാകാം, അങ്ങനെയൊക്കെ രീതിയിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതല്ലാതെ ഇങ്ങനെ തന്നെ എഴുതണം അങ്ങനെയൊന്നും വാശി പിടിക്കുകയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ അഭിപ്രായം കൂടെ മാനിച്ച് അങ്ങനെയൊന്നും ചെയ്യുന്നൊരു ട്യൂട്ടറായിരുന്നു എനിക്ക് തന്നായിരുന്നത്. ട്യൂട്ടർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഈവൻ സ്പീക്കിങ്ങിനാണേലും ഒരു ദിവസമൊക്കെ എനിക്ക് 2 സ്പീക്കിംഗ് 3 സ്പീക്കിംഗ് വരെ ഞാൻ ചെയ്ത ദിവസങ്ങളുണ്ട് ഒരു ദിവസത്തിൽ തന്നെ, ടൈം അഡ്ജസ്റ്റ് ചെയ്ത്. അതുപോലെ കറക്ഷൻ ആണേലും കൃത്യമായിട്ട് കറക്ഷൻ അത് നമുക്ക് മനസ്സിലാവുന്ന രീതി വരെ പറഞ്ഞു തന്ന് റീറൈറ്റ് എഴുതിപ്പിച്ച് അങ്ങനെയായിരുന്നു ട്യൂട്ടർ ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ വേറൊരു അക്കാദമിയിലും ചേർന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനൊരു അക്കാദമി ചൂസ് ചെയ്തത്. അത് ടിജൂസിലായിരുന്നു. എൻ്റെ 60 മണിക്കൂറിൽ ആകെ ഞാൻ 25 മണിക്കൂറേ ഞാൻ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതുകയാണ്. എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു. അങ്ങനെ പിന്നെ സാറിൻ്റെ ബാക്കി എല്ലാ വീഡിയോസും അതുപോലെ തന്നെ OET സീരീസ് അതൊക്കെ ഞാൻ കാണുമായിരുന്നു. ഗ്രാമർ സെക്ഷൻ്റെ ഒക്കെ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നിൽ ദൈവത്തിനോടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ടിജൂസ് അക്കാദമിക്കും വലിയൊരു പങ്കുണ്ട്. താങ്ക് യു സോ മച്ച് ടിജു സാർ ആൻഡ് ദീപ്തി മാം.